അത് അദ്ദേഹമല്ല, അദ്ദേഹത്തിന് ശേഷമുള്ള ശാസ്ത്രജ്ഞന്മാരാണ്. അപ്പോൾ ന്യൂക്ലിയർ ഫിസിക്സിൻ്റെ പരമാണു ശാസ്ത്രത്തിൻ്റെ ഈ അത്ഭുത മുന്നേറ്റത്തിൽ പിടിച്ചുകൊണ്ട് ഖുർആൻ ശാസ്ത്രവാദികൾ അവകാശപ്പെടുന്നത് ഇങ്ങനെയാണ്. അതായത് 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം വരെ ആധുനിക ശാസ്ത്രം ധരിച്ചിരുന്നത് പരമാണുവിനെ വിഭജിക്കാൻ സാധ്യമല്ലെന്നായിരുന്നു. 1897 മാത്രമാണ് ഈ തെറ്റിദ്ധാരണ നീങ്ങിയതും പരമാണു പദാർത്ഥത്തിൻ്റെ ഏറ്റവും ചെറിയ അംശം അല്ലെന്ന് സ്ഥാപിച്ചതും. എന്നിട്ട് അവർ പറയുന്നു, എന്നാൽ 7-ാം നൂറ്റാണ്ടിൽ അവതരിച്ച ഖുർആൻ പരമാണുവിനെ വീണ്ടും വിഭജിക്കാമെന്നും അതിനേക്കാൾ ചെറിയ ഘടകങ്ങൾ അതിലുണ്ടെന്നും വ്യക്തമാക്കുകയുണ്ടായി. അതിന് ഉദാഹരണമായി പറയുന്നത് ഖുർആനിൽ 10-ാം അധ്യായത്തിൽ 61-ാം സൂക്തവും 34-ാം അധ്യായത്തിലെ 3-ാം സൂക്തവുമാണ്. ഈ വചനങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവരുടെ അവകാശവാദം എത്രത്തോളം ശരിയാണ്, എത്രത്തോളം യുക്തിപൂർവമാണ് എന്ന് പരിശോധിക്കാം. 10:61 അതിൻ്റെ പ്രസക്ത ഭാഗമാണ് ഞാൻ വായിക്കുന്നത്. വമാ യഅ്സുബു അൻ റബ്ബിക മിൻ മിസ്ഖാലി ദർറത്തിൻ ഫിൽ അർളി വലാ ഫിസ് സമായി വലാ അസ്ഗറ മിൻ ദാലിക വലാ അക്ബറ ഇല്ലാ ഫീ കിതാബിൻ മുബീൻ. അതിൻ്റെ അർത്ഥം, നിന്റെ രക്ഷിതാവിൻ്റെ ശ്രദ്ധയിൽ പെടാതെയോ സ്പഷ്ടമായ ഒരു പട്ടികയിൽ രേഖപ്പെടുത്താതെയോ ഭൂമിയിലോ ആകാശത്തോ ഒരു അണുതുല്യമായ വസ്തുവുമില്ല, അതിലും ചെറുതോ വലുതോ ആയ വസ്തുവും ഇല്ല. ഏതാണ്ട് അതേ അർത്ഥം തന്നെയാണ് അടുത്ത് ഞാൻ പറയാൻ പോകുന്ന 34-ാം അധ്യായത്തിലെ 3-ാം സൂക്തം. ലാ യഅ്സുബു അൻഹു മിസ്ഖാലു ദർറത്തിൻ ഫിൽ അർളി വലാ ഫിസ് സമായി വലാ അസ്ഗറു മിൻ ദാലിക വലാ അക്ബറു ഇല്ലാ ഫീ കിതാബിൻ മുബീൻ. ആകാശത്തിലാവട്ടെ ഭൂമിയിലാവട്ടെ ഒരു അണുവിൻ്റെ തൂക്കമുള്ളതോ അതിനേക്കാൾ ചെറുതോ വലുതോ ആയ യാതൊന്നും അവനിൽ നിന്നും മറഞ്ഞു പോവുകയില്ല. അപ്പോൾ ഈ ആയത്തുകളിൽ അവർ പ്രധാനമായി എടുത്തത് ദർറത്ത് എന്ന പദം, പിന്നെ അസ്ഗർ അക്ബർ എന്ന പദം. അപ്പോൾ ദർറത്തിന് അതിൻ്റെ മലയാള പരിഭാഷ ഇപ്പോൾ അണു എന്നാണ് ഇത് കൊടുത്തിരിക്കുന്നത്. എന്നാൽ ദർറത്തിൻ്റെ ശരിയായ അർത്ഥം തന്നെ അണുവല്ല. 7-ാം നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ ഈ അണു കണ്ടുപിടിക്കുന്നത് വരെ ദർറത്തിൻ്റെ അർത്ഥം ഏറ്റവും ചെറുത്, നമ്മൾ മലയാളത്തിൽ ലേശം അല്പം എന്നൊക്കെ പറയും പോലെ, ഒരു നുള്ള് എന്ന് പറയും പോലെ ഏറ്റവും ചെറുത്, അതായത് ശരിക്കും ഇതൊരു ഉറുമ്പാണ്, ചെറിയ ഒരു ഉറുമ്പ്. ആ ഉറുമ്പിനെയാണ് ദർറത്ത് എന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ മിസ്കാലു ദർറത്തിൻ എന്ന് പറഞ്ഞാൽ ഉറുമ്പിൻ്റെ തൂക്കമുള്ള എന്നാണ് അർത്ഥം. പിന്നെ അസ്ഗർ എന്ന പദം, അതിനേക്കാൾ ചെറുത്. അതിനേക്കാൾ ചെറുത് എന്ന് ഒരു ഉദാഹരണത്തിൽ പറഞ്ഞതുകൊണ്ട് ചെറുതുണ്ട് എന്ന അർത്ഥമില്ലല്ലോ. ഇപ്പോൾ ഹിമാലയ പർവ്വത എവറസ്റ്റ് കൊടുമുടിയുടെ മേധയോ അതിലും ഉയരമുള്ള കൊടുമുടിയുടെ മേധയോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അങ്ങനെ അതിലും ഉയരമുള്ള കൊടുമുടി ഉണ്ട് എന്നല്ലല്ലോ. സംസാരത്തിൽ ഇങ്ങനെ ഒന്ന് സ്ട്രെസ് ചെയ്യാൻ വേണ്ടി, ഊന്നി പറയാൻ വേണ്ടി ഉപയോഗിച്ചൊരു വാക്കാണ്. അതുപോലെ ഇവിടെ അണുവിൻ്റെ അത്രയുള്ളതോ അതിനേക്കാൾ ചെറുതോ എന്ന് പറഞ്ഞു. അതുകൊണ്ട് അണുവിനേക്കാൾ ചെറുത് ഉണ്ട് എന്ന അർത്ഥമില്ല. അതൊരു പോയിൻ്റ്. പിന്നെ ദർറത്ത് എന്നതിന് ഞാൻ പറഞ്ഞല്ലോ, ചെറിയ ഉറുമ്പ് അല്ല, ചെറിയ ശകലം ചെറുത് എന്ന് മാത്രമേ അർത്ഥമുള്ളൂ.
പിന്നെ എങ്ങനെയാണ് ഇവിടെ അണുവിൻ്റെ വലിപ്പമുള്ളതോ അതിനേക്കാൾ ചെറുതോ എന്നുള്ള ആ ഉപയോഗം ആറ്റമിനെ വിഭജിക്കാമെന്ന തത്വം ഖുർആനിൽ ഉൾക്കൊള്ളിച്ചതാണ് എന്ന് നമ്മൾ പറയുക? ആർക്കെങ്കിലും അങ്ങനെ പറയാൻ പറ്റുമോ? ബുദ്ധിയുള്ള ആർക്കെങ്കിലും അങ്ങനെ തോന്നുമോ? ഇപ്പോൾ പല ഖുർആൻ വ്യാഖ്യാതാക്കളും, അതായത് മുൻകാല ആധികാരിക വ്യാഖ്യാതാക്കളായ റാസി, തബരി, ഖുർത്തുബി, ബൈലാവി, ഷയൂത്തി, ഷൗഖാനി തുടങ്ങിയ എല്ലാ വ്യാഖ്യാതാക്കളും ഈ പദത്തിന് നൽകിയിരിക്കുന്ന അർത്ഥം ചെറിയ ഉറുമ്പ് എന്ന് തന്നെയാണ്. അപ്പോൾ ദർറത്ത് എന്നതിന് എങ്ങനെ ആറ്റം എന്ന അർത്ഥം വന്നു അറബിയിൽ? അത് വളരെ അടുത്ത കാലത്ത് വന്നതാണ്. അതായത് ഏത് ഭാഷയിലായാലും, പ്രത്യേകിച്ച് ഇപ്പോൾ അറബിയെ പോലെ വാക്കുകളുടെ ദാരിദ്ര്യം, ദൗർലഭ്യവും അനുഭവിക്കുന്ന ഒരു ഭാഷയിൽ പുതിയ പുതിയ ആശയങ്ങളുണ്ടാവും. ശാസ്ത്ര സാങ്കേതിക വിദ്യ അതിൻ്റെ കണ്ടുപിടുത്തങ്ങൾ നടത്തുമ്പോൾ പുതിയ എന്തെങ്കിലും ആശയങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനൊരു വാക്ക് കണ്ടുപിടിക്കേണ്ട ആവശ്യം വരുന്നു. ഉദാഹരണമായിട്ട് പലിശ ആധുനിക കാലത്തെ ബാങ്കിങ് ഇതൊക്കെ വന്നപ്പോഴാണ് പലിശ എന്ന വാക്ക് വന്നത്. പണ്ട് മറ്റേത് റിബ എന്ന അറബി വാക്കിനെ ഖുർആനിൽ ഉപയോഗിച്ച ആ വാക്കിന് പലിശ എന്നല്ല അർത്ഥം. വേണമെങ്കിൽ ബ്ലേഡ് പലിശ എന്ന് പറയാം. അളിയാഫൻ മുലാഫത്തൻ, വർദ്ധിച്ച പലിശ, ഇരട്ടിപ്പിച്ച പലിശ എന്ന്. പക്ഷേ അപ്പോൾ ബാങ്കിങ് പലിശ, ബാങ്കിലെല്ലാം കൊടുക്കുന്ന സാധാരണ പലിശക്കൊരു വാക്ക് വേണ്ടിയിരുന്നു. എന്ത് ചെയ്തു? ഫായിദ. അതിനു മുമ്പ് ഫലം എന്നെല്ലാം അർത്ഥത്തിൽ, ഉപയോഗം എന്നെല്ലാം അർത്ഥത്തിൽ ഉപയോഗിച്ചിരുന്ന ഫായിദ എന്ന പദം ഇതിന് വെച്ചു. അപ്പോൾ ഫായിദ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആധുനിക അറബിയിൽ പലിശ എന്നാണ് അർത്ഥം. അതിനു മുമ്പ് വേറെ ഖുർആനിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കവിതയിലോ മറ്റോ ഫായിദ ഉപയോഗിച്ചാൽ ആ അർത്ഥം കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അത് ആ കാലത്തെ അർത്ഥം അത് അങ്ങനെ. അതുപോലെ ആറ്റം കണ്ടുപിടിച്ചപ്പോൾ അതിന് അറബിയിലൊരു വാക്ക് ആവശ്യമായി വന്നു. ഏതാണ് കൊടുക്കുക? ഏറ്റവും ചെറിയ വസ്തുവിനെ സൂചിപ്പിക്കുന്ന അന്ന് പ്രയോഗത്തിലുള്ള ദർറത്ത് എന്ന പദം അത് കൊടുത്തു. അതുകൊണ്ട് അതിന് മുമ്പ് വന്ന എല്ലാ ഗ്രന്ഥങ്ങളിലും ഉപയോഗങ്ങളെല്ലാം ദർറത്തിന് ആറ്റമെന്നായി അർത്ഥമായി മാറില്ലല്ലോ. അപ്പോൾ ഖുർആനിൽ ദർറത്ത് ഒരിക്കലും ആറ്റം എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടില്ല. അന്ന് ഈ രീതിയിലുള്ള അണുവിനെപ്പറ്റി ആളുകൾക്ക് ബോധമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഖുർആൻ ശാസ്ത്രവാദികൾ പറയുന്ന ഇത്തരത്തിലുള്ള ഒരു ആറ്റമിക് സയൻസിൻ്റെ സൂചന ഖുർആനിൽ ഇല്ല. രണ്ട് കാരണം കൊണ്ട്. ഒന്ന്, ദർറത്ത് എന്ന പദം ഖുർആനിൽ ഒരിക്കലും ആറ്റം, പരമാണു എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചതല്ല, എവിടെയും അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല. രണ്ട്, അസ്ഗർ എന്ന പ്രയോഗം ഒരിക്കലും സ്പ്ലിറ്റ് ചെയ്യുക, അതിനേക്കാൾ ചെറുതാക്കുക, മുറിക്കുക എന്ന അർത്ഥമില്ല. ആ അർത്ഥം സൂചിപ്പിക്കുന്നില്ല. അണുവോ അതിൽ ചെറുതോ എന്നുള്ളൊരു പ്രയോഗം മാത്രമാണ്. അതായത് അണു അറിയപ്പെടുന്ന ഏറ്റവും ചെറുത്, അതിൽ ചെറുത് എന്ന് പറഞ്ഞാൽ ഒന്ന് തെക്കീത്, ഒന്ന് സ്ട്രെസ് ചെയ്യാൻ വേണ്ടി, ഒന്ന് ആ ചെറുപ്പം ഊന്നി പറയാൻ വേണ്ടി ഉപയോഗിച്ച ഒരു പ്രയോഗം മാത്രമാണ്. അതുകൊണ്ട് നമ്മൾ മറ്റു രീതിയിൽ അത് വ്യാഖ്യാനിക്കുന്നത് ഖുർആനോട് തന്നെ ചെയ്യുന്ന ഒരു തെറ്റാണ്. നമ്മൾ ഖുർആനെ ആ ദിവ്യൻ്റെ പ്രവചനത്തിൻ്റെ പോലെ ആക്കി മാറ്റുകയാണ്.
അതൊരിക്കലും ചെയ്യാൻ പാടില്ല. നമുക്ക് ഖുർആനോട് ബഹുമാനമുണ്ട്, അത് വിശിഷ്ട ഗ്രന്ഥമാണ്. അതുകൊണ്ട് എന്തും പറയാം എന്ന് അർത്ഥമില്ല. അപ്പോൾ ഗാന്ധിജിയെ എല്ലാവർക്കും ഇഷ്ടമാണ്, ഭാരതത്തിൻ്റെ രാഷ്ട്രപിതാവാണ്. അപ്പോൾ എനിക്ക് ഗാന്ധിജിയെ പറ്റിയ ഒരു എസ്സേ എഴുതുക, ഒരു ലേഖനം എഴുതുക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും തോന്നുന്ന എല്ലാ ഗുണങ്ങളും ഗാന്ധിജിക്ക് ഏറ്റുവെച്ച് പറ്റി പറയാൻ പറ്റുമോ? അതുപോലെ ഖുർആനെ നമ്മൾ ഉള്ള അർത്ഥം പറഞ്ഞാൽ മതി. അത് തന്നെ അതിനോട് കാണിക്കുന്ന ശരിയായ ആദരവാണ്. ഇല്ലാത്ത അർത്ഥം പറയേണ്ടതില്ല. ഇനി അണുവിസ്ഫോടനം, അതിനെപ്പറ്റിയും ഖുർആനിൽ സൂചന ഉണ്ടെന്നാണ് പറയുന്നത്. ആറ്റമിക് ഫിഷൻ, അതിനെ എടുത്തു കാണിക്കുന്ന വചനം 6-ാം അധ്യായം, കന്നുകാലികൾ എന്ന 6-ാം അധ്യായത്തിൽ 95-ാം വചനമാണ്. എന്താണത്? ഇന്നല്ലാഹ ഫാലിഖുൽ ഹബ്ബി വന്നവ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്തി വയുഖ്രിജുൽ മയ്യിത്ത മിനൽ ഹയ്യി ദാലികുമുല്ലാഹു ഫഅന്നാ തുഫകൂൻ. നിശ്ചയമായും അല്ലാഹു, അതിൻ്റെ അർത്ഥമാണ് ഞാൻ പറയാൻ പോകുന്നത്. നിശ്ചയമായും അല്ലാഹു ധാന്യമണികളെയും ഈത്തപ്പഴക്കുരുക്കളെയും പിളർത്തുന്നവനാകുന്നു. ജീവനില്ലാത്തതിൽ നിന്ന് ജീവനുള്ളതിനെ ഉൽപ്പാദിപ്പിക്കുന്നവനും ജീവനുള്ളതിൽ നിന്ന് ജീവനില്ലാത്തതിനെ പുറത്തു കൊണ്ടുവരുന്നവനും അവനാകുന്നു. ഇതൊക്കെയും ചെയ്യുന്നവനാണ് അല്ലാഹു. ഇനിയും നിങ്ങൾ എങ്ങോട്ടാണ് വഴിതെറ്റിപ്പോകുന്നത്? ഇനി ഈ വാക്കുകൾ, ഇതിൽ അവർ പറയുന്ന ഏതെല്ലാം വാക്കുകളാണ് അവർ തെറ്റായിട്ട് വിസ്തരിക്കുന്നത്, വ്യാഖ്യാനിക്കുന്നത് എന്ന് നോക്കാം. ഹബ്ബ്, നവ എന്നീ വാക്കുകളിലാണ് ഇപ്പോൾ പിടുത്തം. scienceinthe-Quran.com എന്നൊരു വെബ്സൈറ്റ് ഉണ്ട്. scienceinthe-Quran.com. അതിൽ ഈ വചനം വ്യാഖ്യാനിക്കുന്നത് എങ്ങനെയാണ്? അതായത് ആണവോർജം, അണുസ്ഫോടനം എന്ന തലക്കെട്ട് കൊടുത്തിട്ട് എന്നിട്ട് പറയുന്നത് എന്താണ്? ഹബ്ബ്, നവ എന്നീ പദങ്ങളുടെ ഉപയോഗം അണുവിനെ പിളർത്തുന്നതിനെ സൂചിപ്പിക്കുന്നതാവാം. എന്നുള്ളത് അവർക്ക് തന്നെ വലിയ നിശ്ചയമില്ല. എന്താണ് ഹബ്ബ് എന്ന് പറഞ്ഞാൽ? സീഡ്, കുരു, വിത്ത് എന്നൊക്കെയാണ് പറയുന്നത്. ധാന്യമണി, അതാണ് അതിൻ്റെ ഒറിജിനലായ അർത്ഥം അറബി ഭാഷയിൽ. ഹബ്ബ് ധാന്യമണി, വിത്ത്. നവ എന്നത് ഒരു വിത്തിൻ്റെ ഉള്ളിലുള്ള, അതായത് കാരക്കയുടെ കുരു എന്ന് പറയാം. കാരക്കയുടെ ഉള്ളിലുള്ള ആ വിത്ത്. അപ്പം അതിനാണ് ഹബ്ബ്, നവ എന്നീ പദങ്ങൾ ഉപയോഗിച്ചത്. അപ്പോൾ ആയത്ത് എന്താണ്? ഇന്നല്ലാഹ ഫാലിഖുൽ ഹബ്ബി വന്നവ. ഫലക്ക എന്ന് പറഞ്ഞാൽ പൊട്ടിക്കുക, പിളർത്തുക എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ഫാലിഖുൽ ഹബ്ബി വന്നവ എന്നതിന് അവർ പറയുന്ന അർത്ഥം എന്താണ്? അല്ലാഹു ന്യൂക്ലിയസിനെ, ആറ്റത്തിനെയും ന്യൂക്ലിയസിനെയും പിളർത്തുന്നവനാകുന്നു എന്ന്. അപ്പോൾ ഇവിടെ പറയുന്നത് ഈ പദങ്ങൾ അണുവിനെ പിളർത്തുന്നതിനെ സൂചിപ്പിക്കുന്നതാവാം. അതായത് ഞങ്ങൾക്ക് തന്നെ വലിയ ഉറപ്പില്ല, ഞങ്ങളിങ്ങനെ എന്തെങ്കിലും വാദിക്കാൻ വേണ്ടി പറയാണ്, എന്തെങ്കിലും കാരണങ്ങൾ, ന്യായങ്ങൾ കണ്ടുപിടിക്കണമല്ലോ. ഇനി നിഘണ്ടുവിൽ എന്താണ് നവ എന്ന പദത്തിൻ്റെ അർത്ഥം എന്ന് നമുക്ക് പരിശോധിക്കാം. അവർ പറയുന്നത് ഇതിൻ്റെ അർത്ഥം ആറ്റമിക് ന്യൂക്ലിയസ് എന്ന് മാത്രമാണെന്ന്. പക്ഷേ അതിന് ഒറിജിനലായിട്ടുള്ള അർത്ഥം നവ എന്നുള്ള നുവാത്തിൻ്റെ ബഹുവചനമാണ്. അപ്പോൾ കാരക്കക്കുരുകൾ, ഹബ്ബ് ധാന്യമണികൾ,
പിന്നെ അവർ പറയുന്നത് അള്ളാഹു ജീവനില്ലാത്തതിൽ നിന്ന് ജീവനുള്ളതിനെ കൊണ്ടുവരുന്നു എന്നത് അള്ളാഹു നശിച്ച ഊർജത്തിൽ നിന്ന് വസ്തുവിനെ ഉൽപ്പാദിപ്പിക്കുന്നതായി വ്യാഖ്യാനിക്കാവുന്നതാണ്. അതും ഒരു ഉറപ്പില്ല, വ്യാഖ്യാനിക്കാവുന്നതാണ്. അപ്പോൾ യുഹ്രിജുൽ ഹയ്യ മിനൽ മയ്യത്തി വ യുഹ്രിജുൽ മയ്യത്ത മിനൽ ഹയ്യി. എന്നിട്ട് അവരെന്താ പറയുന്നത്? ജീവനുള്ളതിൽ നിന്ന് ജീവനില്ലാത്തതിനെ ഉണ്ടാക്കുന്നു എന്നത് ജീവനില്ലാത്ത ഊർജത്തിൽ നിന്ന് ജീവനുള്ള വസ്തു ഉണ്ടാക്കുന്നതിനെ സൂചിപ്പിച്ചേക്കാം. അതായത് ഈ മാറ്റർ ആൻഡ് എനർജി, വസ്തുവും ഊർജവും. പണ്ട് ഈ വസ്തു ഒരിക്കലും നശിപ്പിക്കാൻ പറ്റില്ല, പുതുതായി ഉണ്ടാക്കാനും പറ്റില്ല. ഊർജവും അതുപോലെ തന്നെ എന്നായിരുന്നു പണ്ട് ശാസ്ത്രം മനസ്സിലാക്കിയിരുന്നത്. പക്ഷേ പിന്നീടാണ് ഊർജത്തിനെ വസ്തുവായിട്ടും വസ്തുവിനെ ഊർജമായിട്ടും മാറ്റാമെന്ന പുതിയ ശാസ്ത്രീയ കണ്ടുപിടുത്തം. അപ്പോൾ ഇവർ അതിലാണ് പിടുത്തം ഇപ്പോൾ. അപ്പോൾ മാറ്റർ, അതായത് വസ്തു മാറ്റിയിട്ട് അതിനെ കൺവെർട്ട് ചെയ്യാണ് ഊർജമായിട്ട്. അതിനാണ് പോലും ഇവിടെ യുഹ്രിജുൽ, അള്ളാഹു നശിച്ച ഊർജത്തിൽ നിന്ന് വസ്തുവിനെ ഉൽപ്പാദിപ്പിക്കുന്നു എന്ന് പറഞ്ഞത്. ഈ ആറ്റമിക് എനർജി ഉണ്ടല്ലോ, ആ എനർജിയെ വസ്തുവായി മാറ്റുന്നു, മാറ്ററായി മാറ്റുന്നു. അതുപോലെ ജീവനുള്ളതിൽ നിന്ന് ജീവനില്ലാത്തതിനെ ഉണ്ടാക്കുന്നു എന്നത് ജീവനില്ലാത്ത ഊർജത്തിൽ നിന്ന് ജീവനുള്ള വസ്തുവിനെ ഉണ്ടാക്കുന്നുവെന്ന്. അതായത് ഊർജം, എനർജി മാറ്ററായി മാറ്റുക. അപ്പോൾ ഇതൊക്കെ ഇന്ന് സാധ്യമാണ്, ചെയ്യുന്നതാണ്. എന്നിട്ട് പറയുന്നു, ആറ്റം സദാ ചലിച്ചുകൊണ്ടിരിക്കുന്നു. അണു ചലിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതായത് മാറ്ററിൻ്റെ ഭാഗമായ അണു ചലിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് അത് ജീവനുള്ളതാണ്. ഇതെല്ലാം പറഞ്ഞിട്ട് ബ്രാക്കറ്റിൽ എന്താ കൊടുക്കുന്നത്? അള്ളാഹു ഏറ്റവും അറിയുന്നവനാകുന്നു എന്ന് ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അള്ളാഹു ആലമോ. ഈ അള്ളാഹു ആലമോ പലപ്പോഴും പ്രയോഗിക്കുന്നത് എന്തിനാ? വലിയ നിശ്ചയമില്ലാത്ത കാര്യം, അല്ലെങ്കിൽ ഒരു കളവ് പറഞ്ഞിട്ട്, ഊഹിച്ചൊരു കാര്യം പറഞ്ഞിട്ട് പറയുന്നതാണ്. അവസാനം ഒന്ന് കൺക്ലൂഡ് ചെയ്യുന്നത് അള്ളാഹു ആലമോ. അത് തന്നെ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഇവർ വലിയ നിശ്ചയമല്ല അങ്ങനെ പറഞ്ഞതാണ്. അപ്പോൾ ഇവിടെ രണ്ട് സ്ഥലത്ത് അള്ളാഹു ആലം, അള്ളാഹു ഏറ്റവും അറിയുന്നവനാകുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് ജീവനുള്ള, അതായത് ഹയ്യ് എന്ന പദത്തിന് ശക്തിയുള്ള, പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന, ഇംഗ്ലീഷിൽ ആക്റ്റീവ് എന്ന് അർത്ഥം വരാം. നോക്കണം, വരാം, വരുമെന്നോ ഉണ്ട് അർത്ഥമാണ് എന്നല്ല. മയ്യത്ത്, അതായത് ജീവനില്ലാത്ത എന്ന് മേൽ പരിഭാഷപ്പെടുത്തിയ പദം ഊർജത്തെ സൂചിപ്പിച്ചതായിരിക്കാൻ വളരെ സാധ്യതയുണ്ട്. അവിടെയും സാധ്യത മാത്രം. അപ്പോൾ എങ്ങനെയുണ്ട് ഈ വ്യാഖ്യാനം? എന്നിട്ട് തുടർന്ന് ഈ വെബ്സൈറ്റിൽ പറയുകയാണ്, ആൽബർട്ട് ഐൻസ്റ്റീൻ 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യഘട്ടത്തിൽ വസ്തു ഊർജമായി മാറ്റാമെന്ന് താത്വീകരിച്ചു. അത് ജീവനുള്ളതിൽ നിന്ന് ജീവനില്ലാത്തതിനെ ഉണ്ടാക്കുന്നതായി സൂചിപ്പിക്കാം. വസ്തുവിന് ജീവനുണ്ട്, കാരണം വസ്തുവിൻ്റെ ആറ്റം സദാ ചലിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അത് ജീവനുള്ളതാണ്. ഊർജമായി മാറ്റുമ്പോൾ ജീവനില്ലാത്തത്, അതാണ് യുഹ്രിജുൽ ഹയ്യ മിനൽ മയ്യത്ത മിനൽ ഹയ്യ്. അതുപോലെ ഫാലിക്ക് എന്ന ക്രിയാധാതു, ഫാലിക്കുൽ ഹബ്ബി വന്നവ എന്നാണല്ലോ പറഞ്ഞത്. ഫലക്ക, ഫാലിക്ക്. ഫലക്ക എന്ന ക്രിയാധാതുവിൻ്റെ അർത്ഥം സ്പ്ലിറ്റ്, വിഘടിക്കുക എന്നാണ്. അത് പരമാണുവിൻ്റെ സ്ഫോടനമുണ്ടാക്കുക എന്ന പ്രവർത്തനത്തെ സൂചിപ്പിക്കുന്നതാവാം. ഫലക്കാൻ തന്നെ പൊട്ടി വിടരുക, പിളർത്തുക എന്നൊക്കെ സാധാരണ അർത്ഥമുള്ള ഖുർആനിലതാണ് ഉപയോഗിച്ചത്. പക്ഷേ ഇവർ പറയുന്നത് സ്ഫോടനം ഉണ്ടാക്കുക, അണുവിസ്ഫോടനം.
അപ്പോൾ അള്ളാഹു വാലിക്കുൽ ഹബ്ബി വൻ നവ എന്ന് പറഞ്ഞാൽ അള്ളാഹ് ആറ്റം ബോംബ് പൊട്ടിക്കുന്നവനാണ്, അണു വിസ്ഫോടനം നടത്തുന്നവനാണ് എന്നാണ് ഇവർ പറയുന്നത്. അവിടെയും പറയുന്നുണ്ട് അള്ളാഹു ഏറ്റവും അറിയുന്നവനാണ്, ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വായിക്കുമ്പോൾ ഈ വാദത്തിൻ്റെ പൊള്ളത്തരം നമുക്ക് മനസ്സിലാവും. ഒന്ന് ആവാം, സൂചിപ്പിച്ചേക്കാം, അർത്ഥം വരാം എന്നീ പ്രയോഗങ്ങൾ, അതായത് പറയുന്ന ആൾക്ക് തന്നെ ഉറപ്പില്ല, സംശയമാണ്. പിന്നെ അള്ളാഹു അയലമോ എന്ന് പറയുന്നത്, അപ്പോൾ ഇതാണോ അവർ കാണുന്ന ഖുർആനിലുണ്ടെന്ന് പറയുന്ന ആധുനിക ശാസ്ത്രം എന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത്. നമ്മളുടെ യുക്തിയും ബുദ്ധിയും ഒന്നും ഇത് പെട്ടെന്ന് അംഗീകരിക്കാൻ നമ്മൾ അനുവദിക്കുന്നില്ല. ഇത് ഖുർആനോട് ഉള്ള അനാദരവല്ല, ഖുർആൻ മനസ്സിലാവാത്തത് കൊണ്ടല്ല, അറബിയും ഇത്തരം വാക്കുകൾ മനസ്സിലാക്കാത്തത് കൊണ്ടല്ല. ഇനി ഇവിടെ ഇവർ പറഞ്ഞ ഹബ്ബ് എന്ന പദം എന്തർത്ഥത്തിലാണ് ശരിക്കും ഖുർആനിൽ ഉപയോഗിച്ചതെന്ന് ഒന്നും കൂടെ പരിശോധിക്കാം. നവ അതുപോലെ കാരക്കക്കുരു എന്ന അർത്ഥത്തിലാണ് നവ ഉപയോഗിച്ചത്. ഹബ്ബ് ധാന്യമണി. ഇനി ദർറത്തോ, നേരത്തെ പറഞ്ഞല്ലോ ദർറത്ത് എന്ന പദത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ അവിടെ ദർറത്താവുന്നില്ലല്ലോ, ദർറത്തിന് അണു എന്ന് പറഞ്ഞല്ലോ. അണു, ആറ്റം എന്ന അർത്ഥം പിന്നീട് കൊടുത്തതാണ്, ആധുനിക അറബിയിൽ കൊടുത്തതാണ്. അതുപോലെ ഇവിടെ പരമാണുവിനെ സൂചിപ്പിക്കാൻ ഒരു വാക്ക് വേണ്ടി വന്നു. ദർറത്ത് അണു, ന്യൂക്ലിയസിനെ സൂചിപ്പിക്കാൻ വേറൊരു വാക്ക് വേണ്ടി വന്നു. അപ്പോഴാണ് നവാത്തിൻ്റെ കാര്യം ഓർമ്മ വന്നത്. കാരക്കയുടെ ഉള്ളിലുള്ള, ഉണങ്ങിയ കാരക്കയുടെ ഉള്ളിലുള്ള ആ കുരു ഇരിക്കട്ടെ, അത് നമുക്ക് ന്യൂക്ലിയസിന് കൊടുക്കാം. അങ്ങനെ നവാ, അതിൻ്റെ ബഹുവചനമാണ് നവാത്തിൻ്റെ പഴയ അർത്ഥം കാരക്കക്കുരു. ആധുനിക അറബിയിൽ ഒരു ശാസ്ത്രീയമായ അർത്ഥം ഉദായി കൊടുത്തത് മാത്രമാണ് ന്യൂക്ലിയസ്. അപ്പോൾ ഈ ന്യൂക്ലിയസിനെ കാരക്കക്കുരുവിനോട് ഏതാണ്ട് ഒരു സാമ്യത തോന്നിയതുകൊണ്ട് കൊടുത്ത വാക്കാണിത്. പക്ഷേ എല്ലാ സ്ഥലത്തും ഖുർആനിൽ നവാ വന്നത് ന്യൂക്ലിയസ് ആണെന്ന് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് തെറ്റാണ്, വഞ്ചനയാണ്. ഉദാഹരണമായിട്ട് ഇപ്പോൾ മൗസ്, നമ്മൾ കമ്പ്യൂട്ടറിൽ ഇപ്പോൾ മൗസ് എന്ന് പറയാറുണ്ട്. അപ്പോൾ അത് ശരിക്കും അതിൻ്റെ ഒറിജിനൽ അർത്ഥം എന്താണ്? ചുണ്ടലി. അപ്പോൾ കമ്പ്യൂട്ടറൊക്കെ പ്രചാരം വന്നപ്പോൾ ഈ സാധനത്തിന് പേര് വേണം. അപ്പോൾ കാഴ്ചയിൽ ഏതാണ്ട് ഒരു സാമ്യത ഉള്ളതുകൊണ്ടാവാം ചുണ്ടലി എന്ന് പറഞ്ഞു എന്ന അർത്ഥത്തിലുള്ള മൗസ് എന്ന പദം ഉപയോഗിച്ചു. എന്നാൽ ഇവിടെ ഇപ്പം ഉദാഹരണമായിട്ട് മലയാളത്തിൽ ഏതെങ്കിലും ഒരു പഴയ നോവലിസ്റ്റ് തൻ്റെ കഥയിൽ ചുണ്ടലി എന്നൊരു വാക്ക് ഉപയോഗിച്ചെന്നിരിക്കട്ടെ, അത് പിന്നീട് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തി മൗസ് എന്നായി. പിന്നീട് എന്തെങ്കിലും ആ പരിഭാഷ വായിക്കുമ്പോൾ ഇതൊരു മൗസ് എന്നൊരു വാക്ക് കണ്ടിട്ട് ആരെങ്കിലും പറയുമോ അന്നത്തെ ആ കാലത്ത് കമ്പ്യൂട്ടർ ഉപയോഗിച്ചിരുന്നു, ഈ സാഹിത്യകാരൻ വലിയ കമ്പ്യൂട്ടർ വിദഗ്ധനുമായിരുന്നു എന്നിത് തെളിയിക്കുന്നു, കാരണം മൗസ് എന്ന പദം ഇതിലുണ്ട്. അങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മൾ ഭാഷയുടെ ഈ പ്രത്യേകതകളൊക്കെ, ഭാഷയുടെ അർത്ഥങ്ങൾ എങ്ങനെ വരുന്നു, ഇതെല്ലാം മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. ഒരു ഖുർആൻ പോലുള്ള ഒരു വിശിഷ്ട ഗ്രന്ഥം പഠിക്കുമ്പോൾ പ്രത്യേകിച്ചും. ഇനി ഞാനിവിടെ ഉദ്ധരിച്ച 6:95 6-ാം അധ്യായം 95-ാം ആയത്തിൻ്റെ ശരിയായ ഉദ്ദേശം എന്താണെന്നൊന്ന് പരിശോധിക്കാം.
അതായത് മരണാനന്തര ജീവിതത്തിൽ സംശയം പ്രകടിപ്പിച്ച ആളുകൾക്ക് അതിൽ വിശ്വാസം ഉണ്ടാക്കാൻ പിന്നെ വീണ്ടും അവർ ജീവൻ കൊടുക്കപ്പെടും, തങ്ങളുടെ ശരിയും തെറ്റും നന്മ തിന്മകളൊക്കെ അളന്ന് അതിന് പ്രതിഫലം നൽകപ്പെടും എന്നൊക്കെ അവർക്ക് വിശ്വാസം ഉണ്ടാക്കാൻ വേണ്ടി ഖുർആനിൽ പറഞ്ഞൊരു വാക്യമാണിത്. അതായത് പുല്ലും ചെടികളും വൃക്ഷങ്ങളും ഉണങ്ങി നശിക്കുന്നു, അവർക്ക് കാണാവുന്നതാണ്. മഴയില്ലാത്ത കാലത്ത്, വേനൽക്കാലത്ത് ഈ ചെടികളും വൃക്ഷങ്ങളൊക്കെ നശിച്ചു പോകുന്നു. പിന്നീട് അവയുടെ വിത്തുകൾ അവിടെ വീണ് അടുത്ത മഴക്കാലം വരുമ്പോൾ എന്തു ചെയ്യുന്നു? അവരുടെ ഈ വിത്തുകളുടെ ബഹിരാവരണം, പുറത്തുള്ള ഈ ആവരണം തൊലി പൊട്ടിയിട്ട് വീണ്ടും മുളയ്ക്കുന്നു. അതാണ് ഫാലിക്കുൽ ഹബ്ബി വന്നവ എന്ന് പറഞ്ഞത്. ഈ വിത്തുകളുടെ പുറംതൊലി പൊട്ടിക്കുന്നവനാണ് അള്ളാഹു. പൊട്ടിച്ച് അതിൽ നിന്ന് ഈ സസ്യങ്ങളെ വീണ്ടും ഈ വിത്തുകൾ മുളപ്പിക്കുന്നവനാണ്. അതിന് കഴിവുള്ള അള്ളാഹു നിങ്ങൾ ഇവിടെ മരിച്ചിട്ട് പിന്നീട് പരലോകത്ത് രണ്ടാമത് ജീവനിട്ട് കൊണ്ടുവരാൻ കഴിവുള്ളവനാണ്, നിങ്ങളതിൽ അവിശ്വസിക്കേണ്ട എന്ന് സൂചിപ്പിക്കുകയാണ്. അപ്പോൾ ഇത്രയുമാണ് ആദ്യകാല വ്യാഖ്യാതാക്കൾ നമുക്ക് പറഞ്ഞു തന്നതും. എന്താണ്? ഇപ്പോൾ തബരി 1143 AD മരിച്ച ആളാണ് തബരി. പിന്നെ റാസി മരണം 1209 AD. കുർത്തുബി മരണം 1272 AD. അതുപോലെ 21-ാം നൂറ്റാണ്ടിൽ ജീവിച്ച തന്താവി, അദ്ദേഹം മരിച്ചത് 2010 പറയപ്പെടുന്നു. അദ്ദേഹം വരെ പറഞ്ഞത് ഇതാണ്, അല്ലാതെ അള്ളാഹു ആറ്റം ബോംബ് പൊട്ടിക്കുന്നവനാണ് എന്ന് ഇവരാരും പറഞ്ഞിട്ടില്ല. എങ്ങനെയുണ്ട് ഈ ഖുർആൻവാദികളുടെ വ്യാഖ്യാനം, ഖുർആൻ ശാസ്ത്രവാദികളുടെ വ്യാഖ്യാനമെന്ന് നമുക്കിതിൽ നിന്നൊരു ഐഡിയ കിട്ടുന്നു. ഇപ്പം എങ്ങനെ ഖുർആൻ ഇഷ്ടം പോലെ വ്യാഖ്യാനിക്കാൻ പറ്റില്ല? ഇപ്പോൾ ഇബ്നു അബ്ബാസ് റിവായത്ത് ചെയ്ത ഒരു ഹദീസ് ഞാനിപ്പോൾ കേൾപ്പിക്കാം. ഇബ്നു അബ്ബാസിൻ കാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഖാല ഫിൽ ഖുർആനി ബിഗൈരി ഇൽമിൻ ഫൽയതബവ്വ മഖ്അദഹു മിനന്നാർ. ഇത് മുസ്നദ് അഹ്മദ്, ജാമി തിർമിദി, സുനൻ അബീ ദാവൂദ് ഇതിലൊക്കെ വന്ന ഹദീസാണ്. അത് ശരിയായ സഹീഹായ ഹദീസാണെന്ന് പണ്ഡിതന്മാർ തീർപ്പ് കൽപ്പിച്ചതുമാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഇബ്നു അബ്ബാസ് റിപ്പോർട്ട് ചെയ്തു, ആരെങ്കിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും ഖുർആനെ പറ്റി വിവരമില്ലാത്തത് പറഞ്ഞാൽ അവൻ നരകത്തിൽ തൻ്റെ സീറ്റ് പിടിച്ചു കൊള്ളട്ടെ. ഈ പ്രവാചക വചനം മനസ്സിലാക്കിയ ഏതെങ്കിലും പണ്ഡിതൻ ഇത്തരത്തിൽ ഖുർആൻ അർത്ഥവും ഉദ്ദേശവും മാറ്റിമറിച്ച് വ്യാഖ്യാനിക്കാൻ ധൈര്യപ്പെടുമോ എന്നാണ് നമുക്കിവിടെ ആശ്ചര്യപ്പെടാനുള്ളത്. അപ്പോൾ ഇതാണ് ഖുർആൻ ശാസ്ത്രത്തിൻ്റെ, ഖുർആനിലുണ്ടെന്ന് പറയുന്ന ശാസ്ത്രത്തിൻ്റെ 2 ഉദാഹരണം. ഇങ്ങനെ എല്ലാം പരിശോധിച്ചാലും നമുക്ക് ശ്രദ്ധിച്ച് പരിശോധിക്കുകയാണെങ്കിൽ മനസ്സിലാകും ഈ ഖുർആനിൽ ശാസ്ത്രം ഉണ്ടെന്നുള്ളത് ശരിക്കും പച്ചക്കള്ളമാണ്. ഇനി വേറൊന്ന് പറയാം. ആറ്റമിക് സയൻസ്, അതായത് ആണവശാസ്ത്രം തന്നെയാണ് ഇനിയും ഞാൻ പറയാൻ പോകുന്നത്. ഖുർആനിലെ 57-ാം അധ്യായമുണ്ടല്ലോ, സൂറത്തുൽ ഹദീദ്, ഖുർആൻ.com എന്നൊരു വെബ്സൈറ്റിൽ, അത് തന്നെ ഹാറൂൻ യഹിയയുടെ വെബ്സൈറ്റിനെ ഉദ്ധരിച്ചുകൊണ്ട് അതിൽ നിന്ന് എടുത്തതാണെന്ന് അവിടെ പറയുന്നു. അവിടെ ഖുർആനിലുള്ള ശാസ്ത്രീയ മൂലകങ്ങളെ പറ്റിയുള്ള ചില വിവരം എന്ന് ഹെഡിങ് കൊടുത്തിട്ടാണ് പറയുന്നത്. എന്താണ്? ഓരോ മൂലകത്തിനും അതിൻ്റേതായ പ്രത്യേക ഗുണവിശേഷങ്ങൾ ഉണ്ട്.
ഒരു മൂലത്തിൻ്റെ ഏറ്റവും ചെറിയ കണത്തിനാണ് ആറ്റം എന്ന് പറയുന്നത്. പരമാണു ഇൻഡിവിസിബിൾ, അതായത് വിഭജിക്കാൻ പറ്റാത്തത് ആണെന്നായിരുന്നു ജോൺ ഡാൽട്ടൺ ധരിച്ചിരുന്നത്. ഡാൽട്ടൺസ് തിയറി, ആറ്റമിക് തിയറി എല്ലാവരും കേട്ടതായിരിക്കും, അറിയുന്നില്ല. ജോൺ ഡാൽട്ടൺ പറഞ്ഞ ഇൻഡിവിസിബിളാണ് ആറ്റം, വിഭജിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ അവിടെ നിന്ന് കുറച്ച് മുന്നേറി ജെ തോംസൺ ഇലക്ട്രോണുകളും ഐസോട്ടോപ്പുകളും ഒക്കെ കണ്ടുപിടിച്ചു. അതായത് ഇലക്ട്രോൺ ആറ്റത്തിൻ്റെ ഘടകങ്ങളിൽ പെട്ടതാണ് ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ അല്ല. അപ്പോൾ അതിൽ വേറെ ഘടകങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ അത് വീണ്ടും സെലക്ട് ചെയ്യാം, അതേ മാറ്റാം. പിന്നീട് വേറൊരു ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനായ ഹെൻറി മോസ്ലി മൂലകങ്ങളെ അവയുടെ ആറ്റമിക് നമ്പർ അനുസരിച്ച് വേർതിരിച്ചു. ആറ്റമിക് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ, മലയാളത്തിൽ അണുസംഖ്യ എന്നോ മറ്റോ പറയാം. അതായത് ഒരു ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിലുള്ള പ്രോട്ടോണിൻ്റെ എണ്ണമാണ് ആറ്റമിക് നമ്പർ, ഒരു നമ്പർ കൊടുത്തിരിക്കുന്നത്. പ്രോട്ടോണിൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് ഇലക്ട്രോണിൻ്റെ എണ്ണം എന്നും പറയാം. കാരണം ആറ്റത്തിൽ പ്രോട്ടോണിൻ്റെ അത്രയും എണ്ണമാണ് ഇലക്ട്രോണും ഉണ്ടായിരിക്കുക. പ്രോട്ടോൺ പോസിറ്റീവ് ചാർജ്, ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ്. അപ്പോൾ ഈ ആറ്റമിക് നമ്പറും അതുപോലെ ആറ്റമിക് മാസ് അതെല്ലാം ഖുർആനിൽ സൂചിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ എന്നിട്ട് അവരുടെ വിവരണതാണ് ആറ്റങ്ങളിൽ അടങ്ങിയ പ്രോട്ടോണുകളുടെ എണ്ണം, അതുപോലെ പ്രോട്ടോണുകൾ അത് വേർതിരിക്കാൻ പറ്റും എന്നെല്ലാം ജെ തോംസൺ പറഞ്ഞു. പിന്നീട് ഹെൻറി മോസ്ലി പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം മറ്റൊരു കാര്യവും കൂടി പറഞ്ഞു, 92 മൂലകങ്ങളാണ് പ്രകൃത്യാ കാണപ്പെടുന്നതുള്ളത്. വേറെ കുറേ 25 മൂലകങ്ങൾ വേറെ കൃത്രിമമായിട്ട് ആർട്ടിഫിഷ്യലായിട്ട് സയൻറ്റിസ്റ്റ് ഉണ്ടാക്കിയിട്ടുമുണ്ട്. അപ്പോൾ ഇന്ന് ഏതാണ്ട് 118 മൂലകങ്ങൾ എങ്ങാണ്ട് ഉണ്ട് ഇന്ന്. അപ്പോൾ ഇതിൽ ഇവർ പറയാൻ പോകുന്നത് ഈ മൂലകങ്ങളുടെ ആറ്റമിക് നമ്പർ ഖുർആനിൽ കാണിച്ചിട്ടുണ്ട് എന്നാണ്. അപ്പോൾ ഈ ഓക്സിജൻ്റെ ആറ്റമിക് നമ്പർ 8 അവർ പറയുന്ന സൂറത്തുൽ ഹദീദിൽ ആദ്യത്തെ ആയത്തിൽ ഓക്സിജൻ്റെ ആറ്റമിക് നമ്പർ കാണിച്ചിട്ടുണ്ട്. എങ്ങനെയാണ്? സബ്ബഹ ലില്ലാഹി മാഫി സമാവാത്തി. അവിടെ സബ്ബഹ ലില്ലാഹി മാ എന്ന് എഴുതുമ്പോൾ മാക്ക് ശേഷം ഒരു അലിഫ് ഉണ്ടല്ലോ. ആ അലിഫിന് അവർ പറയുന്നത് ഓക്സിജൻ എന്ന വാക്കിൻ്റെ ഓക്സിജൻ്റെ സിമ്പിള്, കെമിക്കൽ സിമ്പിള് O ആണ്. അത് ഈ ഓക്സിസ്, ആ ഗ്രീക്ക് പദമാണ് ഓക്സിസ്, അതിൽ നിന്നാണ് ഓക്സിജൻ വന്നത്. അപ്പോൾ ഈ ഓക്സിസ് എന്നതിൻ്റെ ആദ്യത്തെ അക്ഷരം എടുത്തതാണ് O. അതാണ് ഓക്സിജൻ്റെ പ്രാണവായുവിൻ്റെ കെമിക്കൽ സിമ്പിൾ. അപ്പോൾ അത് ഇവിടെ എങ്ങനെയാണ് അവർ പറയുന്നത്? സബ്ബഹ ലില്ലാഹി മാഫി സമാവാത്തിയിൽ മാക്ക് ശേഷമുള്ള അലിഫ് O എന്ന അക്ഷരത്തിനെ സൂചിപ്പിക്കുന്നു. അവിടെ തന്നെ പെശകാണ്. കാരണം അറബി ഭാഷയിൽ, അറബി അക്ഷരമാലയിലുള്ള അലിഫ് എങ്ങനെയാണ് ഇംഗ്ലീഷ് അക്ഷരമാലയിലുള്ള ഓനെ സൂചിപ്പിക്കുക? അലിഫിനെ സൂചിപ്പിക്കാൻ ഇന്നത് എ ആണ് അലിഫിനെ സൂചിപ്പിക്കുന്നത്. O വാവായിരിക്കണം, വാവ്. അവിടെ തന്നെ തെറ്റി. O എന്ന അക്ഷരത്തിനെ ഇവിടെ സൂചിപ്പിക്കുന്നത് അലിഫാണെന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നീടുള്ള വാദം. സബ്ബഹ ലില്ലാഹി മാ, അതായത് ഈ അലിഫിന് മുമ്പ് 8 അക്ഷരങ്ങളുണ്ട്. അപ്പോൾ അത് ഓക്സിജൻ്റെ
ആറ്റമിക് നമ്പർ അള്ളാഹു കാണിച്ചതാണ്. വളരെ അത്ഭുതകരമായ ഒരു വ്യാഖ്യാനം തന്നെയാണിത്. ഈ അലിഫിന് മുമ്പ് 8 അക്ഷരമാണ് എന്നത് തന്നെ സംശയമുണ്ട്, സമ്മതിക്കാൻ പറ്റില്ല. ഓരോരുത്തർക്കും എണ്ണി നോക്കാം. സബ്ബഹ ലില്ലാഹി മ, അത് 10ആയിട്ടും തോന്നാം, ഇനി 7 ആണെന്നും പറയാം, 7 അല്ല 8 9 ആണെന്ന് പറയാം. അത് പല രീതിയിലും മറിച്ചും തിരിച്ചും പറയാവുന്നതുമാണ്. കാരണം ഒരാൾക്കത് പിന്നെ 8 ആണെന്ന് പറയണമെങ്കിൽ അങ്ങനെ പറയാം, നിർബന്ധം ഉണ്ടെങ്കിൽ. കാരണം സബ്ബഹ എന്നുള്ള മാ ഡബിളാണ്, ഇരട്ടിപ്പിച്ച അക്ഷരമാണ്. അപ്പോൾ അത് ഇരട്ടിപ്പിച്ചാൽ 1 ഉള്ളൂ എന്ന് പറയാം. അതുപോലെ ഇല്ലാഹി എന്നുള്ളതിൽ ലാമ ഇരട്ടിപ്പിച്ചതാണ്, അതും ഞങ്ങൾ 1ആയിട്ടേ കൂട്ടുള്ളൂ, 2 അല്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞ് വേണേൽ 8 എന്ന് പറയാം. എന്തായാലും സാധാരണക്കാർക്ക് ഒരു യുക്തിയുള്ള ആൾക്ക് ഇതൊന്നും സമ്മതിക്കാൻ പറ്റില്ല. എന്തായാലും ഇവരുടെ വാദം എങ്ങനെ പോകുന്നു? ഈ അലിഫിന് മുമ്പ് 8 അക്ഷരമുണ്ട്, അതുകൊണ്ട് അള്ളാഹു ഓക്സിജൻ്റെ ആറ്റമിക് നമ്പർ കൊടുത്തതാണ്. അതുപോലെ ഈ പൊട്ടാസ്യം, സോഡിയം, ഇങ്ങനെ ഒരുപാട് മൂലകങ്ങളുടെ ഈ ആറ്റമിക് നമ്പർ കൊടുത്തിട്ടുണ്ട്. അവർ കൊടുത്ത ആ സൈറ്റിൽ കൊടുത്തത് ഏതാണ്ട് 34 മൂലകങ്ങൾ. അപ്പോൾ എന്തുകൊണ്ട് ബാക്കി മൂലകങ്ങൾ അള്ളാഹു പറഞ്ഞില്ല? ആറ്റമിക് നമ്പറിനുള്ള പാഠമായിരുന്നെങ്കിൽ എല്ലാ മൂലകങ്ങളിലും അങ്ങ് പറഞ്ഞേക്കാമായിരുന്നില്ലേ? അതുപോലെ അതിന് വേറൊരു പ്രത്യേകത, ചില മൂലകങ്ങളുടെ ആറ്റമിക് നമ്പറാണ് കൊടുത്തതെങ്കിൽ മറ്റ് ചിലതിൻ്റെ ആറ്റമിക് വെയിറ്റാണ് കൊടുത്തത്. കാരണം എണ്ണീട്ട് ശരിയാവുന്നില്ല, എങ്ങനെ എണ്ണീട്ടും ശരിയാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ കിടക്കട്ടെ, ചിലത് മൂലകങ്ങളുടെ ആറ്റമിക് നമ്പർ എന്ന് പറയാം, മറ്റേത് നമുക്ക് ആറ്റമിക് വെയിറ്റ് എന്ന് പറയാം. അപ്പോൾ റാഡോൺ ആറ്റമിക് നമ്പറാണ് കൊടുത്തത്, സിങ്കോണിയം, ടൈറ്റാനിയം, ടാൻറ്റലം, ഫ്ലോറിൻ, ഓക്സിജൻ, പൊട്ടാസ്യം, ഇതൊക്കെ ആറ്റമിക് നമ്പർ കൊടുത്തു. അതിൻ്റെ അടുത്ത് സൾഫർ, പിന്നെ ലിത്തിയം, ഇൻഡിയം, ഇതൊക്കെ ആറ്റമിക് വെയിറ്റ് കൊടുത്തു. അതായത് എണ്ണീട്ട് ശരിയാവുന്നില്ല, എന്തെങ്കിലും പറയണ്ടേ, ഖുർആനിൽ ശാസ്ത്രം ഉണ്ടെന്ന്. അപ്പോൾ അവർ പറയുന്നത് പിന്നെ ഈ സൂറത്തുൽ ഹദീദിൽ 22-ാം വചനം റാഡോൺ